രാഹുൽ, വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട വലിയൊരു വിവാദം, വലിയൊരു ആരോപണമാണ് മുന്നിലേക്ക് വരുന്നത്. ഇത് മുൻപ് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇത്രയും ചർച്ചയാകുന്നത് ഇപ്പോഴാണെന്നാണ് മനസ്സിലാകുന്നത്. BDJSന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ കഴിഞ്ഞ ദിവസം രാഹുൽ നടത്തിയ ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം പല കാര്യങ്ങളും വെട്ടിത്തുറന്ന് പറയുന്നത്. അദ്ദേഹം കൊണ്ടുവന്ന 32 പേജുള്ള ഒരു ബുക്കാണ് ഈ പറഞ്ഞ മഹേഷ് എന്ന വ്യക്തി ആത്മഹത്യാ കുറിപ്പായി എഴുതിയിട്ടുള്ള. അദ്ദേഹം കൈപ്പടയിൽ എഴുതി പിന്നീട് ഇവർ പ്രിന്റ് ഔട്ട് എടുത്ത ഒരു ബുക്കാണ്. 32 പേജുകളായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറയുന്നത്. അതിലുടനീളം വെള്ളാപ്പള്ളി നടേശനെതിരെയുള്ള വലിയ ആരോപണങ്ങളുമുണ്ട്. അപ്പോൾ ഇനി ഈ പറഞ്ഞതുപോലെ മഹേഷിന്റെ ഈ നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അങ്ങനെയായിരുന്നു: മഹേഷിന്റെ ആത്മാവിന് നീതി ലഭിക്കണം, അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ഉത്തരവാദി ആരാണെന്ന് പൊതുജനം അറിയണം എന്ന് പറയുന്നുണ്ട്. ശരിക്കും ഈ നീതിയിലേക്ക് അടുക്കാനുള്ള സാധ്യത എത്രത്തോളമാണ്? യഥാർത്ഥത്തിൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് എങ്ങനെയാണ് കോടതിയാണെങ്കിലും സർക്കാരാണെങ്കിലും ഒരു നിലപാടെടുത്തത് നമ്മൾ കണ്ടാണ്. പക്ഷേ ഈ മഹേഷിൻ്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ 32 പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പാണ് അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ളത്. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ സന്തത സഹചാരിയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ബിനാമി എന്ന് വേണമെങ്കിൽ പറയാം. കള്ള് കച്ചവടം, അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കള്ള് കച്ചവടത്തിന്റെ ബിനാമിയായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഇദ്ദേഹത്തിനെ ആയിരുന്നു ഏൽപ്പിച്ചുകൊണ്ടിരുന്നത്. മൈക്രോ ഫിനാൻസിന്റെ കോർഡിനേറ്റർ ആയിരുന്നു, സംസ്ഥാന കോർഡിനേറ്റർ ആയിരുന്നു ഇദ്ദേഹം. വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളുടെയും ഒരു ബിനാമി കൂടിയായിരുന്നു ഇദ്ദേഹം. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവസാനം എന്താണ് ചെയ്തത്? ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടായി. നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാം കണ്ടതാണ്. വലിയ രീതിയിലുള്ള വിവാദങ്ങൾ കണ്ടതാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ. അവസാനം ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കി, അങ്ങനെ ബലിയാടാക്കാൻ നോക്കി. അങ്ങനെ ഇദ്ദേഹത്തിനെ ഇട്ട് പൂട്ടാൻ ശ്രമിക്കുന്നു എന്ന് കണ്ട സമയത്താണ് അദ്ദേഹം ഇത്തരത്തിലൊരു കുറിപ്പ് എഴുതുന്നത്. അതിനുശേഷം അദ്ദേഹം ആ കുറിപ്പിൽ പറയുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ ഇത് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതുപോലെ ചെയ്യും. അവസാനം അദ്ദേഹം ആത്മഹത്യ ചെയ്യുമ്പോൾ അദ്ദേഹം അവിടുത്തെ SNDP ഓഫീസിൽ വന്നിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത്. പകലാണ് ആത്മഹത്യ ചെയ്യുന്നത് അവിടെ വന്നിട്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം, സ്വന്തം ഓഫീസിൽ വന്നിട്ട് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആ പ്രസ്ഥാനത്തോട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു വരി വരുന്ന ഒരു ആത്മഹത്യാ കുറിപ്പ് എഴുതുന്നുണ്ട്. എൻ്റെ മരണം ഈ SNDP സമുദായത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ബലിയാടാകുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് എഴുതി വെക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെടുത്ത ചർച്ച, പിന്നീട് ഇന്ന് റിപ്പോർട്ടർ ചാനലിലെല്ലാം ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് നമ്മൾ കണ്ടാണ്. അതായത് 4-5 വർഷത്തിന് മുമ്പിട്ട് നടക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന്മേൽ ഇന്നേ വരെ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എങ്ങനെ പൊതിഞ്ഞ് സംരക്ഷിച്ച് പിടിക്കാമോ ആ രീതിയിൽ പൊതിഞ്ഞു സംരക്ഷിച്ച് പിടിച്ചു വന്നതാണ് യഥാർത്ഥത്തിൽ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി പലപ്പോഴും വർഗീയത പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ വായടച്ചിരുന്നു എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. ഇതൊരു ഫാക്ടർ ആയിരിക്കാം ചിലപ്പോൾ. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകങ്ങളായി ഇതെല്ലാം വർക്ക് ചെയ്തിരുന്നു, എന്തെങ്കിലും ഒരു ബെനഫിറ്റ് കൊടുത്തിരുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇതിന് പിന്നിൽ നടക്കുന്ന മഹേഷിന്റെ ആത്മാവിന് നീതി വേണം എന്ന് ആഗ്രഹിച്ച് പിന്നിൽ നടക്കുന്നവർക്ക് ഒരു വിശ്വാസം വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും. ഇപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ചർച്ചയാവാൻ കാരണം VM സുധീരൻ മുഖ്യമന്ത്രിയോട് ഇത്തരത്തിലുള്ളൊരു പരാമർശം ഈ മഹേഷിന്റെ ആത്മഹത്യ പുനരന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒന്നുമില്ല, അതിനകത്ത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരാൾ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ അത് അന്വേഷിക്കത്തില്ലേ? അതിനകത്ത് ഒരാളുടെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ ഒരു സമുദായ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി ആത്മഹത്യ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലൊരു അന്വേഷണം വേണം. ഇതുവരെ ഒരു അന്വേഷണം പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു നീതി ഇന്നും ആ മഹേഷിന് കിട്ടിയിട്ടില്ല എന്ന് ഓർക്കുമ്പോൾ, ഇന്ന് VD സതീശൻ സർക്കാരാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. എന്താണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ VD സതീശനെ വിളിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ബഫൂൺ എന്ന് വിളിച്ചിട്ടുണ്ട്, കോമാളി, ഒന്നിനും കൊള്ളാത്തവൻ, കഴിവില്ലാത്തവൻ, അങ്ങനെ നിരവധി പേരുകൾ VD സതീശന് കൊടുത്തിട്ടുള്ള ഒരാളാണ്. 100 സീറ്റിന് മുകളിൽ പോട്ട് 98 സീറ്റ് നേടി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ഞാൻ SNDP സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്ന അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്?
ഞാൻ ആ സ്ഥാനം രാജിവെച്ചു പോകാൻ ഞാനിത് മണ്ടനാണോ എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ പലരും പറയുമെന്ന് പറയുന്നൊരു ഇത് രീതിയിലേക്ക് അദ്ദേഹം അതെ. ഇപ്പോൾ ഈ മഹേഷ് ആണെങ്കിലും അതുപോലെ തന്നെ ഇത് എല്ലാം വെളിപ്പെടുത്തുന്ന നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ആണെങ്കിൽ പോലും ഇവരെല്ലാം വെള്ളാപ്പള്ളി നടേശന്റെ സന്തത സഹചാരികളായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇവരൊക്കെ എങ്ങനെയാണ് ഈ തെറ്റിപ്പിരിയാൻ സാഹചര്യം? ഇപ്പോ ഈ സന്തോഷ് കുമാർ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, അദ്ദേഹത്തിനെ ഉപദ്രവിച്ചതിന് കണക്കില്ല. പല കാര്യങ്ങളിലും ഇപ്പൊ അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള അഴിമതി ആരോപണം വരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇത് ഓഡിറ്റ് ചെയ്യപ്പെടുന്ന കണക്കെടുത്ത് ജഡ്ജിയുടെ മുമ്പിൽ കൊണ്ടുകൊടുക്കുന്ന സമയത്ത് ആ കേസ് വരെ തള്ളിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ രാഷ്ട്രീയപരമായിട്ട് വാസവനും അത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിനെ ദ്രോഹിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഇന്നും ഈ സമയത്താണ് ഇപ്പോഴാണ് അത് കോടതിയിൽ ഇത്രയും വർഷം നീട്ടി കൊണ്ടുപോയി ഇപ്പോൾ അതെല്ലാം കോടതി എടുത്ത് വെറുതെ തൂക്കിയെടുത്ത് കളയുന്ന രീതിയിലുള്ള കേസുകളാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള കേസുകളെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ മഹേഷിന്റെ കാര്യത്തിലാണെങ്കിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരാൾക്ക് എത്ര എന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയും? അതും ഒരു സംഘടനയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒരാൾ. അതിൽ തന്നെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഗുണ്ടകളെ വിട്ട കാര്യം, അതേപോലെ ഭീഷണി മുഴക്കിയ കാര്യം, 2 ചാക്ക് നിറയെ പണം കെട്ടി പോകുന്ന കാര്യം. അപ്പോ ഇത് കൊണ്ടുപോയത് ദേവസ്വം ബോർഡിൽ നിന്നാണെന്നുള്ള വെളിപ്പെടുത്തലും അതെ ദേവസ്വം ബോർഡിൽ നിന്നാണ് ഈ പൈസ കൊണ്ടുപോകുന്നത്. അതിപ്പോ അത് ദേവസ്വം ബോർഡ് അന്വേഷിക്കണം. ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ്. ദേവസ്വം ബോർഡിനെതിരെയാണ് അത്രയും വലിയൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതേപോലെ തന്നെ കള്ളിൽ കഞ്ചാവ് കലക്കി കൊടുക്കുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് അത് പോലീസ് പിടിച്ചു. കള്ളിൽ കഞ്ചാവ് കലക്കി കൊടുക്കുന്ന പോലീസ് പിടിച്ചിട്ട് ആക്ഷൻ എടുക്കാതെ പോകുന്നൊരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ പേരിൽ ഇത് ഇപ്പോൾ കള്ള് ഷാപ്പുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തിരിച്ചെടുത്തുകൊണ്ട് പോകുന്നൊരു കാര്യം കണ്ടതാണ്. അദ്ദേഹത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ പൈസ പോലും കൊടുക്കുന്നില്ല. അപ്പം പലപ്പോഴും ഇദ്ദേഹത്തിൻ്റെയൊക്കെ കയ്യിൽ നിന്നും സ്വയം കാശെടുത്ത് പല പരിപാടികളും ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാൽ തീരാത്തത്ര കാര്യങ്ങൾ, അതിനകത്ത് ഓരോ പേരുകളും ഓരോരോ സന്ദർഭങ്ങളും അതിലുണ്ടായിരുന്ന കാശിൻ്റെ കണക്ക് വരെ അത് 1-2 പൈസയല്ല, ലക്ഷങ്ങളും കോടികളുമാണ് ആ പൈസ എന്ന് പറയുന്നത്. അത് പലരെയും പറ്റിച്ചുണ്ടാക്കിയ കാശുകളാണ്. അപ്പോൾ SNDP ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കണ്ടൊരു വാർത്തയാണ്. കൊല്ലത്ത് അപ്പോൾ SN ട്രസ്റ്റിൻ്റെ പേരുള്ളൊരു PG, വുമൻസ് PG, അപ്പോൾ അത് പാട്ടത്തിന് കൊടുക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളെല്ലാം പൂട്ടിക്കെട്ടി പോവുകയാണ്? SNDPയുടെ കീഴിലുള്ള പല സ്ഥാപനങ്ങളും പൂട്ടിക്കെട്ടി പോകുന്നത് എന്താണ്? വെള്ളാപ്പള്ളി നടേശൻ്റെ അജണ്ടകളാണ്. അത് ഇത്ര കോടിക്ക് അങ്ങ് കൊടുക്കുകയാണ്. പിന്നീട് പൈസയെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നില്ല. ഇപ്പോൾ BD ജയേഷ് എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി SNDPയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള കാശിൻ്റെ കണക്ക് എന്ന് പറയുന്നത് കോടികളാണ്. ഈ വെള്ളാപ്പള്ളി നടേശന് സ്വീകരണം ഒരുക്കാനും വേണ്ടിയിട്ട് 100-110 കോടി ചെലവാക്കി എന്നാണ് ആത്മഹത്യ കുറിപ്പിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു പ്രസ്ഥാനത്തെ ഊറ്റി എങ്ങനെ ജീവിക്കാം എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഈ കണ്ട കാലം ഇത്രയും കണ്ടുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഒരുപാട് സ്ഥാനാർത്ഥികൾക്ക് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് ഇലക്ഷന് മത്സരിക്കാൻ വേണ്ടിയിട്ട്. പലരും സ്നേഹം കാണിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ഈ ഇലക്ഷന് പൈസ കൊടുക്കുന്നതുകൊണ്ടായിരിക്കാം പലരും ഇത്തരത്തിലുള്ള സ്നേഹം കാണിക്കുന്നത്. കാരണം ഇലക്ഷനെ സംബന്ധിച്ച് ഒരുപാട് കാശ് വേണം, അതേപോലെ പിന്തുണ വേണം. ഇപ്പോൾ കാശും പിന്തുണയും കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ അവരെ കുമ്പിട്ട് നിൽക്കാം എന്നുള്ളൊരു സമീപനമായിരിക്കാം പലർക്കും ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാശ് എങ്ങനെ ഉണ്ടായി എന്നൊരു ചോദ്യമുണ്ട്. ഒരു പ്രസ്ഥാനത്തെ ഊറ്റി ചെയ്യാൻ കഴിയുന്ന സമുദായത്തെ തൂക്കി വിറ്റുണ്ടാക്കിയത് എന്ന് വേണം. അതെ, ഒരു സമുദായത്തെ തൂക്കി വിറ്റത് മാത്രമല്ല, ഈ മഹേഷിനെ പോലെയുള്ള പല മനുഷ്യരുടെ ജീവത്യാഗത്തിന്റെ പണം കൂടിയാണ് ആ പണം എടുത്തിട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇതിനെല്ലാം കണക്ക് പറയാൻ കഴിയുന്നതാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ കേസുകളിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ ഒരു കേസ് പോലും അല്ലെങ്കിൽ കേസ് അന്വേഷിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാർ അത്രയ്ക്ക് വെള്ളാപ്പള്ളി നടേശനെ പൊതിഞ്ഞു സംരക്ഷിച്ചു കൊണ്ടുപോയതാണ്. എല്ലാ കേസും നീട്ടി കൊണ്ടുപോയതാണ്. അപ്പോൾ ഇന്ന് VD സതീശനാണ്. അത് വെള്ളാപ്പള്ളി നടേശന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ജയിച്ചതിന്റെ പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പ്രസ്താവനകളെല്ലാം തിരുത്തി. മിടുക്കനാണ് സതീശനെ പോലെ മിടുക്കൻ വേറെ ആരുമില്ല. ആ മിടുക്ക് വെള്ളാപ്പള്ളി നടേശൻ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. കാരണം 1-2 ആളുകളുടെ മരണത്തിന് മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ ഉത്തരം പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ഒരു പ്രതിനിധി മാത്രമാണ്. ഇതേപോലെ മരണപ്പെട്ട ഒരുപാട് പേരുടെ ജീവന് വെള്ളാപ്പള്ളി നടേശൻ കണക്ക് പറഞ്ഞ് പോകേണ്ടി വരും. അദ്ദേഹത്തിന്റെ ഇത്രയും കാലം ഈ 10 കൊല്ലക്കാലം നടത്തിയ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളുണ്ടല്ലോ,
ഈ മലപ്പുറത്താണെങ്കിലും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തൊട്ട് തുടങ്ങിയതാണ് ഇത്തരത്തിലുള്ള മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഓരോരോ വാക്കുകളും. ഇതിനെല്ലാം അദ്ദേഹം മറുപടി പറയാതെ പോകില്ല. കാലം കണക്ക് പറയും. എന്തിനാണെങ്കിലും കാലം കണക്ക് പറയാതെ പോകില്ല. ഇനി അത് എത്ര വലിയ നേതാവാണെങ്കിലും, ഇനി ഏത് സമുദായത്തിന്റെ എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും ഇതെല്ലാം കാലം കണക്ക് പറയാതെ പോകില്ല. സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ മരണത്തിന് നീതി കിട്ടും. കാരണം ഇന്ന് ഭരിക്കുന്നത് വി.ഡി. സതീശൻ സർക്കാരാണ്. അപ്പോൾ മിടുക്കനാണ്. വെള്ളാപ്പള്ളി നടേശന്റെ ഭാഷയിൽ പറഞ്ഞാൽ മിടുക്കനാണ്. ആ മിടുക്ക് വെള്ളാപ്പള്ളി നടേശൻ ഉടനടി കാണും.